1970 ഒക്ടോബർ മാസം 15-ാം തീയതി റാന്നി വൈക്കം മാതാപ്പറമ്പിൽ MK കുരുവിള, ഏലിക്കുട്ടി കുരുവിള ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി ജനിച്ചു വളർന്ന് ബിജി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ജോസഫ് M കുരുവിള എന്നാണ് ഔദ്യോഗിക നാമം. റാന്നി വൈക്കം ഗവൺമെൻറ് UP സ്കൂളിലും തുടർന്ന് MS ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വിദ്യാഭ്യാസം ചെയ്തിരുന്നത്. 1987 ഹൈസ്കൂൾ പഠനത്തിന് ശേഷം റാന്നി സെൻറ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രി തുടർന്ന് BCom എന്നിവ പൂർത്തിയാക്കി. കോളേജ് വിദ്യാഭ്യാസത്തിനൊപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിച്ചു. AISF, AIYF എന്നിവയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അക്കാലത്ത് തന്നോടൊപ്പം പ്രവർത്തിച്ച പലരും ഇന്ന് കേരളം രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളാണ്. 1993 BCom പഠനത്തിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് 1995 മുളന്തുരുത്തി സെമിനാരിയിൽ വൈദിക പഠനത്തിൽ പ്രവേശിച്ചു. സെമിനാരി പഠനവേളയിൽ കോറോയോ യഫദോക്നോ സ്ഥാനങ്ങൾ അഭിവന്ദ്യ മോർ ക്ലീമീസ് എബ്രഹാം മെത്രാപ്പോലീത്തയിൽ നിന്നും സ്വീകരിച്ചു. 1999 റാന്നി മുരിക്കനാടിയിൽ MT കുര്യാക്കോസിൻ്റെയും മറിയാമ്മയുടെയും മകളായ ബിന്ദുവിനെ വിവാഹം കഴിച്ചു. അതേ വർഷം തന്നെ ജൂൺ മാസം 13-ാം തീയതി ഇരവിവരൂർ സെൻറ് മേരീസ് ജ്ഞാനായ ദേവാലയത്തിൽ വെച്ച് അഭിവന്ദ്യ തിരുമേനിയിൽ നിന്നും വൈദിക പദവി സ്വീകരിച്ചു. അഭിവന്ദ്യ ക്ലീമീസ് തിരുമേനിയുടെ അയൽവാസി കൂടിയായിരുന്നതിനാൽ അഭിവന്ദ്യ തിരുമേനിയുടെ സ്നേഹ വാത്സല്യം ഏറെയായി അനുഭവിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ശേഷം 2000 ആണ്ടിൽ റാന്നി സെൻറ് തോമസ് കോളേജിൽ MCom പഠനത്തിന് പ്രവേശിച്ചു. 2004 സിറിയയിൽ വെച്ച് നടന്ന അഭിവന്ദ്യ സേവറിയോസ് തിരുമേനിയുടെ മെത്രാഭിഷേക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനും പരിശുദ്ധ പാത്രിയർക്കി സഖാപ്രഥമൻ ബാബയോടൊപ്പം ഏതാനും ദിവസങ്ങൾ താമസിക്കുന്നതിനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഗുരുനാഥൻ മണ്ണ, തോടിക്കടവ്, മണന്തമൺ, അഞ്ചാനി, വൈക്കം, ഉഴുവൻപാറ, മന്നവരുതി, ഐത്തല, ഇരുവിവേരൂർ, വെച്ചുച്ചിറ, കൊല്ലമുള, കല്ലിശ്ശേരി എന്നീ പള്ളികളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. ഇക്കാലയളവിൽ റാന്നി എക്യുമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പിൻ്റെ ചുമതലക്കാരനായി സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ചു. ഒപ്പം തന്നെ റാന്നി ജ്ഞാനായ VBSൻ്റെ കൺവീനറായി ഏതാണ്ട് 20 വർഷത്തോളം പ്രവർത്തിക്കുകയും അക്കാലമൊക്കെയും എല്ലാ വർഷവും VBS ഭംഗിയായി നടത്തുകയും ചെയ്തു. റാന്നി മേഖല വനിതാ സമാജം വൈസ് പ്രസിഡന്റായും ഏതാണ്ട് 15 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതാനും വൈദികരെ കൂടി ഉൾപ്പെടുത്തി കാരുണ്യ ഹോസ്പിറ്റൽ മിനിസ്ട്രി, മരിയൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവ രൂപം നൽകുന്നതിനും അതോടൊപ്പം തന്നെ മറ്റു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുന്നതിനും ദൈവം സഹായിച്ചു. ചെമ്മാശൻ ആയിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ജ്ഞാനായ സ്റ്റുഡൻറ് അസോസിയേഷൻ റാന്നി മേഖലയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്നതിനും ഇടയായി. 2015-2018 വരെയുള്ള കാലത്ത് ജ്ഞാനായ കോൺഗ്രസിൻ്റെ കേന്ദ്ര പ്രസിഡന്റായി വിജയിക്കുകയും ആ കാലയളവിൽ സജീവമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതേ കാലഘട്ടത്തിൽ തന്നെ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡന്റായി സുസ്ഥിരമായ നിലയിൽ സ്കൂളിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ധാരാളമായി രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 2018 നിലവിൽ വന്ന ജ്ഞാനായ അസോസിയേഷനിൽ വൈദിക കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും സമുദായത്തിൽ സമാധാനം കൈവരിക്കുന്നതിനു വേണ്ടി ഒട്ടേറെ പരിശ്രമിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. 2019 കുടുംബസമേതം അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്ക് കുടിയേറി പാർക്കുകയും അവിടെയുള്ള ടാമ്പ സെൻറ് മേരീസ് ടാമ്പ
സെൻറ് ജോർജ് എന്നീ ദേവാലയങ്ങളിൽ ശുശ്രൂഷിക്കുകയും ശേഷം 2022 മുതൽ ടാമ്പ സെൻറ് മേരീസ് ജ്ഞാനായ ദേവാലയത്തിലെ വികാരിയായും ശുശ്രൂഷിച്ചു വരുന്നു. സെൻറ് മേരീസ് ഇടവക സെക്രട്ടറി സജി, ജ്ഞാനായ സമുദായ അസോസിയേഷൻ അംഗം ഷിജി എന്നിവർ സഹോദരങ്ങളാണ്. ഹാബേൽ, സാക് മദാമ്പറമ്പിൽ എന്നിവർ മക്കളാണ്. പ്രളയകാലത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഭവനങ്ങളിൽ അകപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്തുന്നതിന് ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ പ്രളയകാലത്ത് ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഏതാണ്ട് 60ഓളം ആളുകൾക്ക് തൻ്റെ ഭവനത്തിൽ പാർപ്പിടം ഒരുക്കുന്നതിനും അത്യാവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ സ്വന്തം വാഹനത്തിൽ മക്കളെയും കൂട്ടി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നതിനും സാധിച്ചു. പിന്നീട് കോവിഡ് കാലഘട്ടത്തിലും അനേകർക്ക് കിറ്റുകൾ നൽകുവാനും ജോലി നഷ്ടപ്പെട്ടവർക്ക് സഹായഹസ്തം നൽകുവാനും ഇടയായി.